ഓക്കെ, ഇനി അടുത്ത നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് പൈത്തണിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ഊപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു പൈത്തൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് ഒരു വീഡിയോ. അതായത് നമുക്ക് ക്ലാസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും അതിൻ്റെ എക്സാമ്പിൾ ബേസ് ചെയ്തുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ഇട്ടേക്കാം. സോ നിങ്ങൾ അവിടെ ചെക്കൗട്ട് ചെയ്യാം ആ വീഡിയോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഊപ്പ് കോൺസെപ്റ്റ് വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാം. അതായത് നമുക്ക് ഐറ്ററേറ്റേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐറ്ററേറ്റേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഫോർ ലൂപ്പ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ ഐറ്ററേറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അത് സെയിം സാധനമാണ് നമ്മളിവിടെ ഐറ്ററേറ്റർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അത് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു എഫിഷ്യൻറ്റ് ലൂപ്പിംഗ് അല്ലെങ്കിൽ മെമ്മറി മാനേജ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so what is iterator? Iterator is an object that allows you to traverse through all the elements of a collection one element at a time. അതായത് നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ കാണും, അതിൽ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലിസ്റ്റ് ഇക്വൽ ടു 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എനിക്ക് ഓരോ ഐറ്റംസിനെ ഈ ലിസ്റ്റിനകത്ത് എനിക്ക് ലൂപ്പ് ചെയ്ത് എനിക്ക് ഓരോ ഐറ്റംസ് എടുക്കണം. അതിനെ നമ്മൾ ഐറ്ററേറ്റർ എന്ന് പറയും. ഫോർ എക്സ് ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രിന്റ് ഓഫ് എക്സ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ഐറ്റംസ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനാണ് ഐറ്ററേറ്റർ എന്ന് പറയുന്നത്. ഈ ഐറ്ററേറ്റർ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സെയിം സാധനമാണ്, നമ്മളിവിടെ ഫോർ ലൂപ്പിന്റെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഐറ്ററേറ്റർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതിനെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എനി ഒബ്ജക്റ്റ് വിത്ത് ഡണ്ടർ, ഐറ്റർ, ഡണ്ടർ ആൻഡ് ഡണ്ടർ നെക്സ്റ്റ് ഡണ്ടർ മെത്തേഡ്സ് ഇസ് ആൻ ഐറ്ററേറ്റർ. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഐറ്ററും നെക്സ്റ്റും ഉണ്ടെങ്കിൽ അതൊരു ഐറ്ററേറ്റർ ആണ്. യു ഗെറ്റ് ആൻ ഐറ്ററേറ്റർ ഫ്രം ആൻ ഐറ്ററബിൾ യൂസിങ് ഐറ്റർ ഫംഗ്ഷൻ. ഓക്കെ, ഐറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഐറ്ററേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ നെക്സ്റ്റ് ഐറ്റം, അതായത് അടുത്ത ഐറ്റം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോപ്പ് ഐറ്ററേഷൻ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ട്രൈ എക്സെപ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പല ടൈപ്പുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. സീറോ ഹാൻഡിൽ, സീറോ ഡിവിഷൻ എറർ, വാല്യൂ എറർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഇവിടെ സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ കേസാണ്. നമ്മൾ നോർമൽ എന്താ ചെയ്യുക, ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ എടുത്തിട്ട് നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ഓരോ ഐറ്റംസിനെ എടുത്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഈ ഫോർ ലൂപ്പ് മാറ്റിയിട്ട് ഞാനിവിടെ ഐറ്ററേറ്റർ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അണ്ടർസ്കോർ ഐറ്റർ ഈസ് ഈക്വൽ ടു ഐറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഐറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഞാനിവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രിന്റ് അണ്ടർസ്കോർ ഐറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റ് ഐറ്ററേറ്റർ ഒബ്ജക്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു വേരിയബിൾ, ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ലിസ്റ്റ് ഐറ്ററേറ്റർ ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം, അതായത് നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഓരോ ഐറ്റംസ് എടുക്കാൻ പറ്റും ഈ ഒരു ഐറ്റർ ഫംഗ്ഷന്. ഓക്കെ, അപ്പോൾ ഐറ്റർ മെത്തേഡിൽ നമുക്ക് ഒബ്ജക്റ്റിൽ ഐറ്റർ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ എല്ലാം ഇൻബിൽഡ് സാധനമാണ്, ഇൻബിൽഡ് പൈത്തണിനകത്ത് വരുന്നതാണ്. ഇത് സെപ്പറേറ്റ് ഒരു പാക്കേജ് അല്ല ഇത്. ഓക്കെ, അതിനകത്ത് ഞാനിവിടെ അണ്ടർസ്കോർ ഐറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് ആക്ച്വലി ഐറ്ററേറ്ററിൻ്റെ ഒരു മെത്തേഡാണ്, ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഐറ്റർ എന്ന് പറഞ്ഞൊരു ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഞാനിതിവിടെ പ്ലേ അടിക്കാൻ നോക്കാം. പ്ലേ അടിക്കുമ്പോൾ എനിക്കിവിടെ 1 എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഐറ്റം ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ ആക്ച്വലി അവിടെ സ്റ്റോർ ചെയ്ത് ഒരു മെമ്മറിയിൽ വെച്ചേക്കുകയാണ്. ഓക്കെ, മെമ്മറിയിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടെ പ്ലേ അടിച്ചാൽ എനിക്ക് ഫസ്റ്റ് ഐറ്റം ആയിരിക്കില്ല ആദ്യം വരുന്നത്, അടുത്ത നെക്സ്റ്റ് ഐറ്റം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ പ്ലേ അടിച്ചപ്പോൾ എനിക്കിവിടെ 2 എന്ന് പറഞ്ഞ് വന്ന്, ഇനി അടുത്ത ഒരു പ്ലേ അടിക്കുമ്പോൾ 3 എന്ന് പറഞ്ഞായിരിക്കും വരിക. അതായത് ഓരോ ഐറ്റംസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം നമുക്കിവിടെ 3 ഐറ്റംസേ ഉള്ളൂ. ഇനി
ഇനി ഞാനിവിടെ പ്ലേ അടിച്ച് ഇനി നാലാമത്തെ ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലേ അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ എറർ അടിച്ചു. ബിക്കോസ് നമ്മുടെ ലിസ്റ്റിനകത്ത് ആകെ 3 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ 3 ഐറ്റംസ് കഴിഞ്ഞ് അടുത്തത് വന്നു കഴിഞ്ഞാൽ എറർ ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഈ കോഡ് പൊട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോപ്പ് ഐട്രേഷൻ എന്ന് പറഞ്ഞൊരു എറർ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ ട്രൈ എന്ന് പറയുന്നത് ഞാനിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ട്രൈ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സെപ്റ്റും കൊടുക്കണം. എക്സെപ്റ്റ് സ്റ്റോപ്പ് ഐറ്ററേഷൻ ആസ് EX എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാനിവിടെ പ്രിന്റ് EX എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ EX അല്ല, നമുക്ക് ലിസ്റ്റ് എക്സോസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എക്സോസ്റ്റഡ് ആണ് വന്നത്. ഇപ്പം ഞാനിവിടെ പ്ലേ അടിച്ചു കഴിഞ്ഞു. ഒന്നും കൂടെ കൊടുക്കുകയാണ്. ഇവിടെ പ്രിന്റ് കൊടുക്കണം. ഓക്കെ, സോറി, പ്രിന്റ് ഇവിടെ കൊടുക്കാം. പ്രിന്റ് ആകത്തുണ്ട്, പ്രിന്റ്. ഓക്കെ, അപ്പം ഞാൻ പ്ലേ അടിച്ച് ഇപ്പോൾ 3 എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, നമ്മൾ 3 ഐറ്റംസ് ഉണ്ട്. ഇനി അടുത്ത പ്ലേ അടിക്കുമ്പോൾ തിരിച്ച് നമുക്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. നമുക്ക് EXE പ്രിന്റ് ചെയ്ത് നോക്കാം. EXEയിൽ എന്താണ് വരുന്നത് നോക്കാം. ഒന്നും ഇല്ല. അപ്പം നമ്മളിവിടെ സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞ എററാണ് ഇവിടെ വരുന്നത്. സോ ഇങ്ങനെ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഐറ്ററബിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ഐറ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ട്രൈ എക്സെപ്റ്റിനകത്ത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇത് മസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഐറ്ററേറ്റർ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ബേസിക് സാധനമാണ്. ഐറ്ററേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ലൂപ്പ് എഫിഷ്യൻസിയും അതുപോലെ മെമ്മറി മാനേജ്മെന്റിന്, ബെറ്റർ മെമ്മറി മാനേജ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഐറ്ററേറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ജനറേറ്റർ. ഓക്കെ, ജനറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐറ്ററേറ്റർ. ഐറ്ററേറ്ററിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് വിത്ത് എ ഫംഗ്ഷൻ ദാറ്റ് യൂസസ് ദ ഈൽഡ് കീവേഡ് ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു സം ഓഫ് ടു നമ്പേഴ്സ് നമ്മൾ ആക്ച്വലി ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അതിനകത്ത് റിട്ടേൺ A+B എന്ന് കൊടുക്കൂലേ, ആ റിട്ടേണിന് പകരം നമ്മളിവിടെ ഈൽഡ് കൊടുക്കുകയാണെങ്കിൽ അത് ജനറേറ്റർ ആണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ജനറേറ്ററിൽ ആക്ച്വലി എവിടെയും നമ്മൾ മെമ്മറിയിൽ കീപ്പ് ചെയ്യത്തൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു റിട്ടേൺ, നമുക്ക് മൾട്ടിപ്പിൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു നോർമൽ റിട്ടേൺ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സിംഗിൾ റിട്ടേൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ റിട്ടേൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈൽഡ് എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മളിവിടെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ജനറേറ്റർ എന്താണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത? ജനറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ഐറ്റംസ് വൺ അറ്റ് എ ടൈം ആൻഡ് ഓൺലി വെൻ റിക്വയർഡ്. ഓക്കെ, ലേസി ഇവാലുവേഷൻ എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് റിക്വയർഡ് ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഐറ്റം എടുത്തുകൊണ്ട് വരുള്ളൂ. ദേ ആർ മെമ്മറി എഫിഷ്യൻറ്റ് ഫോർ ലാർജ് ഡേറ്റാ സെറ്റ്. ഓക്കെ, നമ്മൾ ഐറ്ററേറ്ററിൽ മെമ്മറി മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ലാർജ് ഡേറ്റാ സെറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജനറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫയൽ റീഡ് ചെയ്തു, ഫയലിനകത്ത് ഒരു വലിയൊരു കണ്ടന്റ് ഉണ്ടെന്ന് ചോദിച്ചു. അത് നോർമലി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു മെമ്മറിയിൽ കീപ്പ് ചെയ്ത് വെക്കും. ഇത്രയും വലിയൊരു സാധനം നമ്മൾ മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് കാണും. അപ്പോൾ മെമ്മറിയിൽ കീപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ കൗണ്ട് അപ് ടു n, അതായത് നമുക്ക് n നമ്പർ കൗണ്ട് ചെയ്യണം. കൗണ്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ്, വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ ഈൽഡ് കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1, അതായത് ഓരോ കൗണ്ടിനും നമ്മൾ ഇൻക്രിമെന്റ് വെച്ചിട്ട് പോകും. എന്നിട്ട് ജെൻ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ട് അപ് ടു 3 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യണം. ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾക്ക് 3 നമ്പേഴ്സ് എണ്ണുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രിന്റ് നെക്സ്റ്റ് ജെന്ന് നമ്മൾ 3 പ്രാവശ്യം കോൾ ചെയ്യും. ഓക്കെ, ഈ 3 പ്രാവശ്യം കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് കൗണ്ട് അപ് ടു 3 അല്ലേ. ഇനി അടുത്തൊരു നെക്സ്റ്റ് ജെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ഐറ്ററേഷൻ്റെ ഒരു എറർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ട്രൈ എക്സെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യും. അല്ലാതെയാണെങ്കിൽ അവിടെ വെച്ച് കോഡ് ബ്രേക്ക് ആവും. ഓക്കെ, എറർസ് ഉണ്ടെങ്കിൽ. ട്രൈ എക്സെപ്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്.
ബിക്കോസ് നമുക്ക് കോഡിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യണം വലിയൊരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിലാണ്. പിന്നെ ജനറേറ്റർ എക്സ്പ്രഷൻ സിമിലർ ടു ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ് ബട്ട് വിത്ത് പാരന്തസിസ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അതായത് എക്സ് ഇൻറ്റു എക്സ് 4x ഇൻ റേഞ്ച്, ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. യൂസ് കേസസ് ഐറ്ററേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ലൂപ്പിംഗ് ഓവർ എനി ഐറ്ററബിൾ ഒബ്ജക്റ്റ്. ജനറേറ്റർ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഐറ്ററേറ്റേഴ്സ് ഇൻ എ സിമ്പിൾ ആൻഡ് മെമ്മറി എഫിഷ്യൻറ്റ് വേ, എസ്പെഷ്യലി ഫോർ ലാർജ് ഓർ ഇൻഫിനിറ്റ് സീക്വൻസസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സമ്മറി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കസ്റ്റം ഐറ്ററേറ്റർ നമ്മൾ ക്ലാസ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ക്ലാസിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അതിനകത്ത് നോക്കുക. ഇപ്പോൾ ക്ലാസ്സിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിറ്റ്, ഐറ്റർ, നെക്സ്റ്റ്, ഈ ഒരു മെത്തഡ് കൊണ്ടാണ്. ഈ ഡെഫ് അണ്ടർസ്കോർ ഐറ്റർ ഇത് ഫങ്ഷൻസ് ആണ്. ഇത് ഐറ്ററേറ്ററിൻ്റെ ഇൻബിൽഡ് മെത്തേഡാണ്. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഐറ്ററേറ്റർ മെത്തേഡായിട്ട് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ കൗണ്ടർ സെൽഫ് ലോ ഹൈ, സെൽഫ് ഡോട്ട് കറണ്ട് ലോ, അതായത് രണ്ട് പാരാമീറ്റർ ആണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്, ലോയും ഹൈയും. എന്നിട്ട് ഐറ്ററേറ്ററിനകത്ത് സെൽഫ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് വെച്ചിട്ട് അടുത്ത ഐറ്റമിനെ ലൂപ്പ് ചെയ്ത് എടുക്കുക. അടുത്ത ഐറ്റം ഇങ്ങനെ ഓരോ എടുത്തോണ്ടിരിക്കും. ഇഫ് സെൽഫ് ഡോട്ട് കറണ്ട് ഗ്രേറ്റർ ദാൻ സെൽഫ് ഡോട്ട് ഹൈ ആണെങ്കിൽ റേസ് സ്റ്റോപ്പ് ഐറ്ററേഷൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ട്രൈ എക്സെപ്റ്റിന് പകരം നമ്മളിങ്ങനെ റേസ് സ്പേസ് സ്റ്റോപ്പ് ഐറ്ററേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് വാല്യൂവിനെ ഇൻക്രിമെന്റ് വെച്ച് നമുക്കിവിടെ റിട്ടേൺ ചെയ്ത് വരും. ഇതാണ് കസ്റ്റം ഐറ്ററേറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമ്പർ എന്ന് പറയുന്നത് ഫോർ നം ഇൻ കൗണ്ടർ 1,5 യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ഔട്ട്പുട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞാൽ വരും. ഓക്കെ, ഇപ്പോൾ റിയൽ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫയൽസ് ഇൻ പൈത്തൺ ആർ ഐറ്ററേറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫയൽ റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റ്സ്, ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ഐറ്ററേറ്റ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. വേർഡ് ഈസ് ഇക്വൽ ടു ഹലോ വേൾഡ്. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ, ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് നമ്മുടെ ഫയലിനകത്ത് റൈറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ച് നമ്മൾ ഒരു ഐറ്ററേറ്ററിനകത്ത് കൊണ്ടുവിടും. ഓക്കെ, ഐറ്റർ ഫംഗ്ഷനകത്ത് നമ്മളുടെ ഈ വേർഡ് പറഞ്ഞു വിടും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മൾ പ്രിന്റ് നെക്സ്റ്റ് അണ്ടർസ്കോർ നെക്സ്റ്റിൻ്റെ ബ്രാക്കറ്റ് നെക്സ്റ്റ് ഫംഗ്ഷനകത്ത് നമ്മളിവിടെ വേർഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ഞാൻ 3-4 എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടാ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ നെക്സ്റ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള ഓരോ ഐറ്റംസ് എടുക്കും. HELLO ഇങ്ങനെയാണ് നമ്മുടെ ഫയൽ റീഡ് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ ഐറ്ററേറ്റർ യൂസ് ചെയ്യും. ഇവിടെ വിത്ത് ഓപ്പൺ എക്സാമ്പിൾ ഡോട്ട് TXT ആസ് എഫ് ഫോർ ലൈനിൻ്റെ എഫ് എന്ന് പറയുന്നത് പ്രിന്റ് ലൈൻ ഡോട്ട് സ്ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇനി ന്യൂ ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അതിന് നമ്മൾ റിയൽ ആപ്ലിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫയൽ റീഡിങ്ങിന്. ഓക്കെ, അടുത്ത ജനറേറ്റേഴ്സ് ഇൻ പൈത്തൺ. ജനറേറ്റർ ആർ എ സിമ്പിൾ വേ ടു ക്രിയേറ്റ് ഐറ്ററേറ്റേഴ്സ് യൂസിങ് ഫങ്ഷൻസ് ആൻഡ് ഈൽഡ് കീവേഡ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈൽഡ് കീവേഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഡെഫിനകത്ത് ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്പേഴ്സിൽ ഒരു ഫങ്ഷന്, അതിനകത്ത് ഞാനിവിടെ ഒരു റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ 1, എനിക്കിനി അടുത്തത് റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഓൾറെഡി റിട്ടേൺ കീവേഡ് നമുക്ക് ഒറ്റ പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ജനറേറ്ററിന്റെ കേസിലാണെങ്കിൽ റിട്ടേണിന്റെ പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈൽഡ് ആണ്. ഈൽഡ് 1, ഈൽഡ് 2, ഈൽഡ് 3. ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രിന്റ് ഇവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റർ ഔട്ട്പുട്ട് നമ്പേഴ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഈൽഡ് 1 2 3 എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ടൈപ്പാണ്.
അതിനകത്ത് നമുക്ക് നമ്പേഴ്സ് നമുക്ക് എത്ര മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്പിൾ റിട്ടേൺസ് ആണ്. മൾട്ടിപ്പിൾ റിട്ടേൺ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ yield എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. അപ്പോൾ യൂസ് yield ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ ടു പ്രൊഡ്യൂസ് എ സീരീസ് ഓഫ് വാല്യൂസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു നമുക്ക് മൾട്ടിപ്പിൾ റിട്ടേൺ കൊടുക്കാൻ പറ്റും. ഈച്ച് കോൾ ടു നെക്സ്റ്റ് റിസ്യൂംസ് വേർ ദ ജനറേറ്റർ ലെഫ്റ്റ് ഓഫ്. ഇപ്പോൾ ഫിബനാച്ചി നമ്പേഴ്സ്, ഫിബനാച്ചി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനിൽ നമ്മൾ a, b = എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് ഉണ്ട്. അതിൽ നമ്മൾ 0, 1 നമ്മൾ ഇവിടെ വയ്ക്കും. ഫോർ അണ്ടർസ്കോർ ഇൻ റേഞ്ച് n എന്ന് പറഞ്ഞാൽ yield a എന്ന് പറയുന്നത് റിട്ടേൺ a ആണ്. a, b = b, a++. ഇത് ഫിബനാച്ചിയുടെ കോഡ് ലോജിക് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ജനറേറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റിയൽ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ നമ്മൾ ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത് ലാർജ് ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ നമ്മളുടെ ഈ ഇരിക്കുന്ന example.txt ഇതിപ്പോൾ ഒരു വലിയ ഒരു കണ്ടന്റ് ആണ്. ഇപ്പോൾ ഒരു 200 പേജുള്ള കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ നോർമലി ഫയൽ റീഡ് ചെയ്തിട്ട് ഒരു മെമ്മറിക്കകത്ത് കീപ്പ് ചെയ്ത് വെക്കും. ഇവിടെ നമ്മൾ മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിനെ ജനറേറ്റർ വെച്ച് യൂസ് ചെയ്യും. ഈ ജനറേറ്റർ വെച്ചിട്ട് നമ്മളിതിനെ റീഡ് ചെയ്യും. ഇപ്പോൾ റീഡ് ലാർജ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് നമ്മളൊരു ഫയൽ പാത്ത് പറഞ്ഞ് കൊടുക്കും. അതിനകത്ത് നമ്മൾ ഫയൽ പാത്ത് ഓപ്പൺ ചെയ്യണം. വിത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഫയൽ പാത്ത് ഓപ്പൺ ചെയ്തിട്ട് ആസ് എഫ് ഫോർ ലൈൻ ഇൻ എഫിനകത്ത് ഒഴിക്കുന്നത് കണ്ടന്റ് ആണ്, അത് സ്ട്രിങ് കണ്ടന്റ് ആണ്. അതിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ലൂപ്പിലേക്ക് വിളിക്കും. എന്നിട്ട് ഇതിനെ yield line.strip എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പ്രോസസ് ഈച്ച് ലൈൻ 1 by 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് നമ്മൾ അതിൻ്റെ ഓരോ ലൈനായിട്ട് നമ്മൾ ഇത് എടുക്കും. ഓക്കെ, ഇപ്പോൾ റിയൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ ഫയല് റീഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും. ഐട്രേറ്ററും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് മെത്തേഡ്സ് ഒത്തിരി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഐട്രേറ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസ് വിത്ത് ഡണ്ടർ ഐറ്റർ ഡണ്ടർ ആൻഡ് ഡണ്ടർ നെക്സ്റ്റ് ഡണ്ടർ ആണെങ്കിൽ അതാണ് അതിൻ്റെ സിൻടാക്സ്, ഐട്രേറ്റർ ആണ്. ജനറേറ്റർ ആണെങ്കിൽ ഫംഗ്ഷൻ വിത്ത് yield എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടെങ്കിൽ അത് ജനറേറ്റർ ആണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ ക്യാൻ ബി മെമ്മറി ഇൻറ്റൻസീവ്, അതായത് കുറച്ച് വലിയ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ജനറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മെമ്മറി എഫിഷ്യൻ്റ് ആണ്. ലേസി ഇവാലുവേഷൻ എന്ന് പറയും. യൂസ് കേസ് കസ്റ്റം ഐട്രേഷൻ ലോജിക്, നമുക്ക് കസ്റ്റമായിട്ട് ഐട്രേഷൻ ലോജിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ ലാർജ് ഡേറ്റ പൈപ്പ് ലൈൻസ്, ഇൻഫിനിറ്റ് സീക്വൻസിങ്, ഇത്രയും ശരിക്കും പറഞ്ഞാൽ ലാർജ് ഡേറ്റ സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡ്സ് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ.